കിട്ടിലിനൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? 4 ടേബിൾ സ്പൂൺ ക്യാബേജ് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു ചെറിയ സബോള കുഞ്ഞതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 3 മുട്ട, ടൊമാറ്റോ കെച്ചപ്പ് ഇവയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമ്മളുടെ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ അത് വല്ലാണ്ട് പൊടിഞ്ഞു പോകും. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് സബോളയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കളർ മാറി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്ത് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഫില്ലിങ്ങിനായിട്ടുള്ള മുട്ടക്കൂട്ടാണിത്. ഒരു ബൗളിലേക്ക് ക്യാബേജ് അരിഞ്ഞു വെച്ചത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പച്ചമുളക്, തക്കാളി ഇവയെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്യണം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് പാലാണ് വെള്ളത്തിന് പകരം ചേർക്കുന്നത്. കുറേശ്ശെയായി ചേർത്ത് കട്ട കെട്ടാതെ നന്നായിട്ട് നമ്മളുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇനി പാനിൽ ഒഴിച്ച് നമുക്ക് ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കണം. മാവ് തീരുന്നത് വരെ ഇത് മുഴുവൻ നമുക്ക് ചുട്ടെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഓരോന്നായി എടുത്ത് അതിലേക്ക് ക്യാബേജ് ക്യാരറ്റ് കൂട്ട് ആദ്യം വെച്ച് കൊടുക്കുക. അതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് കൂടെ നന്നായി ചേർത്ത് കൊടുത്ത് ഇതേപോലെ മടക്കി നമ്മളിവിടെ മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഒട്ടിച്ച് എടുക്കാനായിട്ട് ഇതേപോലെ 4 സൈഡും പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ബട്ടർ തടവി കൊടുത്ത ശേഷം ഇത് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതേ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ബണ്ണിലും നിറച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ബണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പീസ് ഇതേപോലെ തുറന്നെടുത്ത് അതിനകത്ത് ഒരു ഹോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് ചേർക്കാം. അതിൻ്റെ മുകളിലായി ക്യാബേജ് ക്യാരറ്റ് കൂട്ടും കൂടെ ചേർത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ മുട്ടക്കൂട്ടും കൂടെ ചേർത്ത് ആ ചെറിയൊരു പീസ് കൊണ്ട് ഇത് അടച്ചു വയ്ക്കാം. പാനിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചൂടാക്കി അതിലേക്ക് ഈ ബ്രെഡ് വെച്ച് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ഒരേ ഫില്ലിംഗ് കൊണ്ട് നമുക്ക് 2 ടൈപ്പ് സ്നാക്സ് ആണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ.